ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നരേന്ദ്ര ദാമോദർദാസ് മോഡി 4000 ദിവസം പിന്നിട്ടു. 3999 ദിവസം പിന്നിട്ടപ്പോൾ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ പിന്നിലാക്കി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകരും ചരിത്രകാരും പറയുന്നത്. ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ഭരണസാരഥി ഏറ്റെടുത്തത്. ആദ്യത്തെ 5 വർഷം അദ്ദേഹം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നേരിടാതെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടാണ് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് 1951-52 സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. 57-ലും അത് കഴിഞ്ഞ് 62-ലും ജയം ആവർത്തിച്ചു. 1964 മെയ് 27 നെഹ്റു കാലഗതി പ്രാപിച്ചു. അപ്പോൾ ഏതാണ്ട് 4000 ദിവസമല്ല, അതിലുമൊക്കെ വർഷങ്ങൾ കൂടുതൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. മോഡി 3 തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 2014, 2019, പിന്നെ 2024. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭരണം തുടരുകയാണ്. പടച്ചവൻ ആയുസ് കൊടുക്കുന്ന പ്രകാരം ഒരുപക്ഷെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി രാജ്യത്തെ നയിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റെക്കോർഡ് തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതിലൊന്നും ആർക്കും ആക്ഷേപമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നത് നെഹ്റുവാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് 3 ടേം അധികാരത്തിൽ വന്നു എന്ന സ്ഥിതിക്ക് മോഡി നെഹ്റുവിനെ പിന്നിലാക്കി എന്നുള്ളതാണ് ആരാധകരുടെ അവകാശവാദം. അങ്ങനെ വാദിക്കാം എന്നുള്ളത് കൊണ്ട് നമുക്കത് ശരിവയ്ക്കാൻ മാർഗമുള്ളൂ. ഞാൻ ഈ മോഡിയുടെ അന്ധനായ ഒരു വിമർശകനോ അന്ധമായ ആരാധന ഉള്ള ആളുമല്ല. മോഡിയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ ചെയ്തു എന്ന് പറയണം, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയണം. ഇത് രണ്ടും ആരാധകർക്ക് മനസ്സിലാവില്ല. എന്തുവാട്ടെ, ഇപ്പോൾ മോഡിയെപ്പോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഏതാണ്ട് ഇതിൽ കൂടുതൽ ദിവസങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. അവർ 1966 തൊട്ട് 77 വരെ, പിന്നീട് 80 തൊട്ട് വെടിയേറ്റ് മരിക്കുന്ന 84 ഒക്ടോബർ 31 വരെയുമാണ് ആ സ്ഥാനത്തിരുന്നത്. നെഹ്റുവിനേക്കാളും അതുപോലെ മോഡിയേക്കാളും കൂടുതൽ സമയം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്ന മോഡിയാണോ കേമൻ അതോ നെഹ്റു ആണോ കേമൻ എന്നുള്ളതാണ്. അങ്ങനെ ഒരു താരതമ്യത്തിന് യാതൊരു അർത്ഥവുമില്ല, യാതൊരു ന്യായവുമില്ല. കാരണം നെഹ്റുവിൻ്റെ പശ്ചാത്തലം വേറെയാണ്. നെഹ്റു അലഹബാദിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചത്. അന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ കുടുംബം എന്ന് പറയാം. ഒരു പ്രസിദ്ധനായ അഭിഭാഷകൻ്റെ മകനായിട്ട് ജനിക്കും. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് അത്രയും സമ്പന്നനായതുകൊണ്ട് വീട്ടിലൊരു ട്യൂട്ടറെ വെച്ച്, ഒരു സായിപ്പിനെ ട്യൂട്ടറായിട്ടും സഹോദരിമാരെ പഠിപ്പിക്കാനായിട്ട് ഒരു മദാമ്മയെ ഗവേണേഴ്സായിട്ടും വെച്ചാണ് പഠിപ്പിച്ചത്. അദ്ദേഹം നമ്മളെപ്പോലെ LP സ്കൂളിൽ UP സ്കൂളിലൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഹാരോ പബ്ലിക് സ്കൂളിലാണ്. കോളേജ് വിദ്യാഭ്യാസം കേംബ്രിഡ്ജിലെ പ്രസിദ്ധമായ ട്രിനിറ്റി കോളേജിലാണ്. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം പിന്നീട് നിയമബിരുദം നേടിയത്. പിന്നീട് അദ്ദേഹം രാജ്യത്ത് തിരിച്ചു വന്നു. അപ്പോൾ ആ വരുന്ന സമയത്ത് തന്നെ വലിയ ഗ്ലാമറിലാണ് വരുന്നത്. പിന്നീട് മോട്ടിലാൽ നെഹ്റു അദ്ദേഹത്തെ മഹാത്മാഗാന്ധിക്ക് കൈപിടിച്ചു കൊടുത്തു. മകൻ്റെ കൈവശം രാജ്യത്തിൻ്റെ ഭാഗധേയവും ഏൽപ്പിച്ചു. അപ്പം നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിച്ചത് ദേശീയ സമരമാണ്. അദ്ദേഹം നിരവധി വർഷങ്ങൾ ജയിലിൽ കഴിച്ചുകൂട്ടി. വലിയ എഴുത്തുകാരനായിരുന്നു, പ്രഭാഷകനായിരുന്നു, രാജ്യത്ത് വലിയ സ്വീകാര്യതയുള്ള ആളായിരുന്നു. അതിലൊന്നും വലിയ സംശയത്തിനോ അല്ലെങ്കിൽ തർക്കത്തിനോ ഒന്നും കാര്യമില്ല. നെഹ്റു വരുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ അനന്തരാവകാശിയായിട്ടാണ്. അങ്ങനെ ഒരു സ്ഥാനം സർദാർ പട്ടേലിനോ സുഭാഷ് ചന്ദ്രബോസിനോ രാജഗോപാലാചാര്യക്കോ കിട്ടിയില്ല. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കിട്ടിയില്ല. അപ്പം നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിച്ചത് ദേശീയ സമരവും മഹാത്മാഗാന്ധിയുമാണ്. ഗാന്ധിജിയുടെ ഒരു അനന്തരാവകാശിയായിട്ടാണ് നെഹ്റു ഭരണം ഏറ്റെടുക്കുന്നത്. മരിക്കുന്നവരെ അദ്ദേഹം നിലനിർത്തിച്ചു. ഇതാണ് അതിൻ്റെ സംഗതി. മാത്രമല്ല, നെഹ്റുവിൻ്റെ സമയത്ത് പ്രതിപക്ഷം വളരെ ശൈശവ ദശയിലായിരുന്നു. ഇന്ത്യക്ക് പ്രതിപക്ഷമില്ല എന്ന് സങ്കടം തോന്നിയിട്ടാണ് ജയപ്രകാശ് നാരായണനും മറ്റും ചേർന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ ബാല്യദശയിലായിരുന്നു. ഏതാണ്ട് സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുന്നവരെ ശക്തമായൊരു പ്രതിപക്ഷം തന്നെ രാജ്യത്തുണ്ടായിരുന്നില്ല. ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം രൂപീകരിച്ചു, എങ്കിലും അതും വളരെ ശൈശവാവസ്ഥയിലായിരുന്നു. അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത ഏറെക്കുറെ ഏകപക്ഷീയമായ ഭരണമാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. 67-ലും മറ്റുമൊക്കെയാണ് പ്രതിപക്ഷം ആദ്യമായിട്ട് ചില തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പല സൗകര്യങ്ങളും നെഹ്റു ഉണ്ടായിരുന്നു. ഒന്ന്, ഗാന്ധിജിയുടെ അനന്തരാവകാശിയായിരുന്നു. ദേശീയ സമരത്തിൻ്റെ പാരമ്പര്യം അദ്ദേഹം ഉൾക്കൊണ്ടു.
പിന്നെ ഇന്ത്യൻ ദേശീയതയുടെ അറിയപ്പെടുന്ന ഒരു വക്താവായിരുന്നു, സോഷ്യലിസ്റ്റായിരുന്നു, പുരോഗമന ചിന്താധികാരനായിരുന്നു. രാജ്യത്തിൻ്റെ വ്യാവസായികവും കാർഷികവുമായ വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് നെഹ്റുവാണ്. നെഹ്റുവിനെ മറ്റൊരു ഭരണാധികാരിയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിയോട് പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. നരസിംഹറാവുവിൻ്റെയോ മൻമോഹൻ സിംഗിൻ്റെയോ വാജ്പേയിയുടെ ഒന്നും കാര്യം പറയാനേ പറ്റില്ല. വാജ്പേയിയിൽ ഒരു ചെറിയ നെഹ്റു ഉണ്ടായിരുന്നു, അദ്ദേഹം BJPയിലെ നെഹ്റു എന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്ര ദാമോദർദാസ് മോഡി എന്ന് പറഞ്ഞ ആളിന് ഇവരെന്നൊക്കെ വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന് അങ്ങനെ പ്രഭുത്വമോ ആഢ്യത്വമോ ആഭിജാത്യമോ ഒന്നും അവകാശപ്പെടാൻ പറ്റിയില്ല. ഗുജറാത്തിലെ മെഹസാനയിലെ ഒരു ചായക്കച്ചവടക്കാരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അദ്ദേഹം സവർണ സമുദായക്കാരനുമല്ല, പിന്നോക്ക സമുദായക്കാരനാണ്. അദ്ദേഹം RSSൽ കൂടിയാണ് പൊതുരംഗത്ത് വരുന്നത്. പിന്നീട് BJPയിലേക്ക് ചുവട് മാറ്റി. അപ്പോഴും അങ്ങനെ വലിയ പ്രസിദ്ധനായ നേതാവൊന്നും വരുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പോയി. അവിടെ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ, കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ആദ്യം കുപ്രസിദ്ധനാവുകയും പിന്നെ ഈ വികസന നയത്തിൻ്റെ പേരിൽ സുപ്രസിദ്ധനാവുകയും പിന്നീട് പാർട്ടിയുടെ തന്നെ കടിഞ്ഞാണ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അന്ന് BJPയിൽ എത്രയോ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. അദ്വാനി ഉണ്ടായിരുന്നു, ജോഷി ഉണ്ടായിരുന്നു, പിന്നീട് പ്രമോദ് മഹാജൻ, അദ്ദേഹം പിന്നെ ഇടക്കാലത്ത് കാലം ചെയ്തു പോയി. സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു, ഗോപിനാഥ് മുണ്ട ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രഗത്ഭന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിലും ഈ ഭാഗ്യദേവത കടാക്ഷിച്ചത് മോഡിയാണ്. അങ്ങനെ ഒരു ഇടത്തരം നേതാവ് മാത്രം വരുന്ന നരേന്ദ്ര മോഡി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുകയും അപ്പോഴത്തേക്കും അന്ന് ഭരിച്ചിരുന്ന UPA സർക്കാർ അതിൻ്റെ ജനപിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ട് എൻ്റെ പ്രതിച്ഛായ പൂർണ്ണമായിട്ടും മങ്ങിയ ഒരവസ്ഥയിലെത്തിച്ചേരും. ആ ഒരു സാഹചര്യത്തിൽ അണ്ണാ ഹസാരയുടെ സത്യാഗ്രഹവും മറ്റുമൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ അനുകൂല സാഹചര്യത്തിൽ ഇദ്ദേഹം അധികാരം പിടിച്ചെടുക്കുകയുമാണ് ചെയ്തത്. പിന്നെ പിടിച്ചെടുത്ത അധികാരം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ അദ്ദേഹം പലതരത്തിലുള്ള നമ്പറുകളും അഭ്യാസങ്ങളും ഒക്കെ പയറ്റി എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം കൈവച്ചെടുത്തൊക്കെ വിജയിച്ചു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കി എന്നുള്ളതും പൂർണ്ണമായും സത്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും ഒക്കെ വരച്ച വരകൾ നിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പ്രതിപക്ഷത്തെ ഏറെക്കുറെ ഇല്ലായ്മ ചെയ്തു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായൊരു രാഷ്ട്രീയ സംവിധാനം വളരെയധികം പതറുന്നതും പലപ്പോഴും മുട്ടുകുത്തുന്നതും നമ്മൾ കണ്ടു. പ്രതിപക്ഷമുക്തമായ ഒരു അധികാരമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, നടപ്പാക്കാൻ വേണ്ടി യത്നിക്കുന്നത്. പിന്നെ മോഡിയുടെ കൂടെ ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണൻ, അല്ലെങ്കിൽ കർത്താവ് ഈശോ മിശിഹായുടെ പത്രോസ്ലീഹ എന്ന് പറഞ്ഞ പോലെ അമിത്ഷായുമുണ്ട്. പിന്നെ ഒരുപാട് സേവകന്മാർ, അതിബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകളുടെ പിൻബലം അദ്ദേഹത്തിനുണ്ട്. പിന്നെ പ്രതിപക്ഷം ദയനീയാവസ്ഥയിലാണ്. BJPയെ വ്യവസായികൾ കൈയച്ച് സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ രണ്ടുപേരും രണ്ട് തരത്തിൽപ്പെട്ട വ്യക്തികളാണ്, രണ്ട് തരത്തിൽപ്പെട്ട ഭരണാധികാരികളാണ്. രണ്ടുപേരുടെയും ലോക വീക്ഷണം വ്യത്യസ്തമാണ്, ദേശീയ വീക്ഷണം വ്യത്യസ്തമാണ്. ഒരാൾ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ അപ്പോസ്റ്റലിനായിരുന്നെങ്കിൽ മറ്റേ ആൾ ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാക്കി അധികാരം നിലനിർത്തുന്ന കലയിൽ അദ്വിതീയനായിട്ടുള്ള വ്യക്തിയാണ്. രണ്ടുപേരും വിജയിച്ച രാഷ്ട്രീയക്കാരാണ്, അതിൽ സംശയമില്ല. പക്ഷേ വിജയം രണ്ട് രീതിയിലാണ്. അവർക്ക് ചരിത്രം മാർക്കിടുന്നതിന് രണ്ട് രീതിയിലായിരിക്കും. പക്ഷേ രണ്ടുപേരും രണ്ട് തരത്തിൽപ്പെട്ട വ്യക്തികളാണ്, രണ്ട് തരത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇവർ തമ്മിൽ എത്ര കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും വളരെയധികം വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തതകളെല്ലാം കൂടി ചേർന്നാണല്ലോ ജനാധിപത്യം. അതുകൊണ്ട് ഒന്ന് മോശം മറ്റത് വളരെ മോശം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇനി ഇതൊക്കെ കാലം തെളിയിക്കേണ്ട, ചരിത്രം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രം പറയും.